നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ജാസ്മിന്റെ അടുത്ത് പുറത്തെ കാര്യങ്ങൾ കുറെ പറയുന്നുണ്ട്. അതായത് അഫ്സലിന്റെ വോയിസ് വന്നത്, വാപ്പ ഇന്റർവ്യൂ കൊടുത്തത്, പുറത്ത് നടന്ന കുറേയേറെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ എല്ലാം അറിയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിനുശേഷം ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് കൈ പിടിച്ചതോ നെറ്റിയിൽ ഒരു ഉമ്മ തരുന്നതോ ഹഗ് ചെയ്തതോ ആണോ ഇത്രയും വലിയ പ്രശ്നമായത്? അതിനകത്ത് സെക്സ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ചിലപ്പോൾ പ്രണയമെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കണ്ണുകളിൽ ചിലപ്പോൾ പ്രണയമുള്ളതായി തോന്നാം. ഞാൻ പക്ഷേ പ്രേമിക്കാനൊന്നും അല്ല വന്നത്. എന്നിരുന്നാലും അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതൊരു സെക്ഷുവൽ രീതിയിലേക്ക് പറഞ്ഞത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു സ്റ്റാൻഡാണ്. സമ്മർ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ സ്റ്റാൻഡാണ്. ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയും ഗബ്രിയും എന്തെങ്കിലും ഒരു സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ കയറിയിട്ട് സഹിക്കാൻ പറ്റാതെ വികാരഭരിതരായിട്ട് അവിടെ കഴിഞ്ഞുവെന്നോ അത്തരത്തിൽ അവരെന്തെങ്കിലും ചെയ്തുവെന്നോ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ അവരെന്താണ് ചെയ്തത്? അവർ ചെയ്തതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ജാസ്മിന് തോന്നും എന്താണ് താൻ ചെയ്ത തെറ്റ് എന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ ഈ വീഡിയോ ഒക്കെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായെങ്കിലോ, അതുകൊണ്ടാണ്. അതായത് വേറൊന്നുമല്ല, ജാസ്മിൻ ആദ്യം ചെയ്ത തെറ്റ്, അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ട് പുറത്ത് അവർ കമ്മിറ്റഡ് ആണ്, ഒരാളുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് അത് കൃത്യമായി മെൻഷൻ ചെയ്യാതെ മറ്റൊരു പ്രായപൂർത്തിയായ ചെറുപ്പക്കാരനുമായിട്ട് ഒരു ബോർഡർ വയ്ക്കാതെയുള്ള റിലേഷൻഷിപ്പ്, അതും കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും ജാസ്മിന്റെ ഫാമിലിക്കും ജാസ്മിൻ വിവാഹം കഴിക്കാനായി പോകുന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും അടക്കം സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ തുടങ്ങി എന്നുള്ളതാണ് ജാസ്മിൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. സൗഹൃദങ്ങൾ ബിഗ് ബോസിനകത്തും പുറത്തും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ ഷോ കാണുന്ന പ്രേക്ഷകരായ നമുക്കുമുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ. ഈ ജാസ്മിനെ വിമർശിക്കുന്നത് ഒരാളോ രണ്ടുപേരോ മൂന്നുപേരോ അല്ല, ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ആണ്. ഇന്നത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്നവർ പോലും അത്തരം ആശയങ്ങൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കുന്ന ചെറുപ്പക്കാർ പോലും ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ നിലപാടാണ് എടുക്കുന്നത്. അതായത് ജാസ്മിനും ഗബ്രിക്കും എതിരായ നിലപാട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവരുടെ റിലേഷൻഷിപ്പിൽ അവ്യക്തതയുള്ളത് കൊണ്ടാണ്. അതായത് പുറത്ത് വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടി അകത്തൊരു ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി ഒരു ചെറുപ്പക്കാരനുമായി അടുക്കുന്നു, അയാളുമായിട്ട് പ്രണയമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, കാണുന്ന ഓഡിയൻസിന് പ്രണയമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇടപെടുന്നു, സംസാരിക്കുന്നു, അത്തരം ചേഷ്ടകൾ കാണിക്കുന്നു, ഒരു പ്രണയിതാവിനെ പോലെ അയാളോട് പെരുമാറുന്നു, തിരിച്ച് അയാളും ഒരു പ്രണയിക്കുന്ന പെൺകുട്ടിയോട് എന്ന പോലെ പെരുമാറുന്നു. യാതൊരു ബോർഡറും ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ്. എന്നിട്ട് അവരതിനെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളും ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് പല സ്ഥലങ്ങളിൽ ഒന്നിച്ചു പോകുന്നവരായിരിക്കാം, ഒത്തുകൂടുന്നവരായിരിക്കാം. നമ്മൾ തീർച്ചയായിട്ടും പെട്ടെന്നുള്ള കുറെ നാളിന് ശേഷം കാണുമ്പോൾ ഫ്രണ്ട്സിനെ ഹഗ് ചെയ്യാറുണ്ട്. വളരെ വലിയ സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എടുത്തു പൊക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകാം. അതൊക്കെ വളരെ റെയർ ആയിട്ട് സ്പെഷ്യൽ ഒക്കേഷൻസിൽ അല്ലെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴോ കുറെ കാലത്തിന് ശേഷം കാണുമ്പോഴോ അല്ലെങ്കിൽ വേറെ പിരിയാൻ പോകുമ്പോഴോ ഒക്കെ മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ള രീതിയിൽ ഗുളിക കഴിക്കുന്നത് പോലെ എപ്പോഴും ഹഗ് ചെയ്യാനും ഉമ്മ കൊടുക്കാനും അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചിരിക്കാനും ഒന്നും ആരും പോകാറില്ല. അതെല്ലാം പോട്ടെ, അതൊക്കെ നോർമൽ തിങ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ കയ്യിൽ കടിച്ച ഒരു ഫ്രണ്ടും ഇല്ല. എൻ്റെ കൈ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കൈയാണ്. ഈ കയ്യിലൊന്നും ഞാൻ ഒരു ഫ്രണ്ട്സിനും കടിക്കാനായിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും കൈ, അതായത് കൈ മുഴുവനായിട്ട് നീ ഈ കയ്യിൽ ഒരു സ്ഥലം പോലും ഇല്ല നീ കടിക്കാത്ത എന്ന് പറയുന്ന തരത്തിൽ കടിച്ചു മുറിക്കുന്ന സുഹൃത്തുക്കളുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരിടത്ത് ഇരിക്കുമ്പോൾ വന്ന് നിങ്ങളുടെ ചെവിയിൽ, നിങ്ങൾ മടി കിടക്കുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ കടിക്കുന്ന സുഹൃത്തുക്കൾ, പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺ സുഹൃത്തുക്കൾ, ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺ സുഹൃത്തുക്കളുണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളൊരു ബോയ് ആണെങ്കിൽ, നിങ്ങളുടെ ഒരു ആൺകുട്ടിയായിട്ടുള്ള ഒരു സുഹൃത്ത് തന്നെ നിങ്ങളെ കടിക്കുകയോ അല്ലെങ്കിൽ ചെവി കടിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പെൺകുട്ടികളാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു ബോർഡർ ഉണ്ട്. നമുക്കൊക്കെ ഈ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നതും അതാണ്. നമ്മൾ സൗഹൃദങ്ങളുണ്ട്, നമ്മൾ ഹഗ് ചെയ്യാൻ ചിലപ്പോൾ ശ്രമിക്കും, ഷേക്ക് ഹാൻഡ് കൊടുക്കും, അല്ലെങ്കിൽ ഷോൾഡറിൽ കൈയിടും, കൈ ഓർത്തിരിക്കും, ചിലപ്പോൾ നെറ്റിയിൽ ഉമ്മ കൊടുക്കാം, ഈവൻ കവിളിൽ ഉമ്മ കൊടുക്കാം. പക്ഷെ അതൊക്കെ, അതിനൊക്കെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. ഇവരുടെ റിലേഷൻഷിപ്പിൽ ആ ലിമിറ്റ് ഇല്ലാതെ വന്നു എന്നാണ് പല ഓഡിയൻസും പറയുന്നത്. ജാസ്മിൻ താൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ജാസ്മിനും ഗബ്രിയും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ട്രേഞ്ചേഴ്സ് ആണ്. എനിക്ക് ഇവരെ അറിയില്ല. എന്റെ ആരുമല്ല ഇവർ രണ്ടുപേരും. ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്ന രണ്ടുപേര്. അവർ ഒന്നിച്ചിരിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒരേ കട്ടിലിൽ കിടക്കുന്നു, അവര് അഡൽട്ട് ജോക്സ് പറയുന്നു. പാർട്ട് ഓഫ് ഗെയിം. എനിക്കത് കോണ്ടന്റ് മാത്രമാണ്. ഞാൻ അതിനെ ഗെയിമായിട്ടേ കാണുന്നുള്ളൂ. പക്ഷേ ജാസ്മിൻ വിവാഹം കഴിക്കാൻ പോകുന്ന അഫ്സലിന് അതങ്ങനെ ആയിരിക്കത്തില്ല. ജാസ്മിന്റെ പാരൻസിന് അതങ്ങനെ ആയിരിക്കില്ല. ജാസ്മിന്റെ ബന്ധുക്കൾക്ക് അതങ്ങനെ ആയിരിക്കില്ല. കാരണം അവര് സമൂഹത്തിൽ പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അഫ്സലിന്റെ പാരൻസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും.
അഫ്സലിന്റെ സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അദ്ദേഹം വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ്. അയാൾ എന്താണ് അവിടെ പോയി കാണിക്കുന്നത്? ഇതിന്റെ ആവശ്യമുണ്ടോ? ഒരു ബാരിയർ വെക്കണ്ടേ? ഒരു ഫ്രണ്ടായിട്ടൊക്കെ കണ്ടോട്ടെ, പക്ഷെ ഒരു ലിമിറ്റ് വെക്കണ്ടേ? കാരണം അവിടെ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് ആകെ ജാസ്മിനും ഗബ്രിയുമാണ്. അവിടെ നോറയുണ്ട്, അവിടെ ശ്രീതു ഉണ്ട്, അപ്സരയുണ്ട്, ശരണ്യുണ്ട്, അവിടെ ഒരുപാട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇനി മുടിയനുണ്ട്, അൻസിബയുണ്ട്. അവർ സുഹൃത്തുക്കളാണ്. ഒരു റൂമിൽ അടുത്തടുത്ത് കിടന്നാണ് ഉറങ്ങുന്നത്. നമുക്ക് അവരെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടോ ഇത്രയും ദിവസത്തിനിടയിൽ? നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പരദൂഷണ അവർ പറയുന്നു എന്ന് പറയും, അവർ കട്ടിലാണ് എപ്പോഴും കിടക്കുന്നതെന്ന് പറയും, രണ്ടുപേരും ഒരേപോലെയാണെന്ന് പറയും, നമ്മൾ അവരെ കളിയാക്കും, പരിഹസിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അൻസിബയും മുടിയനെയും കുറിച്ച് എപ്പോഴെങ്കിലും മോശമായിട്ട് ഒരു വാക്കാരെങ്കിലും പറയുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് അവർ അടുത്തടുത്തിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ബാരിയർ ഇല്ല, അല്ലെങ്കിൽ അവരൊരു തരത്തിലുമുള്ള ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ശ്രീതുവും അർജുനും ലവ് ട്രാക്ക് ഇടുന്നുണ്ട് അവിടെ. അവരുടെ റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, അവിടെ എത്രയോ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട്. നോറയുണ്ട്, നോറയ്ക്കും അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. നോറ അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രി? അതിന്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിങ്ങളുടെ പ്രവൃത്തിയാണ്. ജാസ്മിൻ പറയുന്ന ന്യായീകരണങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല. ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് അല്ല ജാസ്മിനും ഗബ്രി. 19 പേര് വരെ ഈ സീസണിൽ അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഈ ഒറ്റപ്പെടലും അല്ലെങ്കിൽ ഏകാന്തതയും ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും ജാസ്മിനും ഗബ്രിക്കും മാത്രമുള്ളതാണോ? ഒരാൾക്കൊരാൾ താങ്ങാണ്, തണലാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ വ്യത്യസ്ത സാഹചര്യത്തിൽ താങ്ങും തണലുമായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണെന്നൊക്കെയാണ് ഇരുവരും പറയുന്നത്. പക്ഷെ നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസിലേക്ക് പോയത്? നിങ്ങൾ ബിഗ് ബോസിൽ പോയത് വിൻ ചെയ്യാൻ വേണ്ടിയല്ലേ പോയത്? കളിച്ച് ജയിക്കാനല്ലേ പോയത്? ഒരാൾക്കല്ലേ കപ്പെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത, ക്യാപ്പബിലിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് നിങ്ങളെന്നാണോ? ബാക്കി അവിടെ ഒറ്റയ്ക്ക് കളിക്കുന്ന എല്ലാവരും അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ്. നോറ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒറ്റയ്ക്കല്ലേ കളിക്കുന്നത്? അവർക്കും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരാൾ ഒരാളുടെ തോളി ചാഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മടിയിൽ കിടന്നുകൊണ്ടല്ല ഗെയിം കളിക്കുന്നത്. അവർക്കൊക്കെ ഇൻഡിവിജ്വൽ ഗെയിം ഉണ്ട്. ഒറ്റയ്ക്കാണ് അവർ കളിക്കുന്നത്. പക്ഷെ ജാസ്മിനും ഗബ്രിയും അങ്ങനെയെങ്കിൽ അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ദുർബലരാണ്. കാരണം ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു തോള് ചായാൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റൂ എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഷോയിലേക്ക് വന്നിട്ടുള്ള ആണും പെണ്ണുമായിട്ട് നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളത്. ഒരുപാട് പേരുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള, LGBT അടക്കമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വിമർശനം നേരിടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രവൃത്തി തന്നെയാണ് കാരണം. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് പറയുക, എന്റെ ഹൃദയം മുഴുവൻ നീയാണെന്ന് പറയുക, ഐ ലവ് യു സോ മച്ച് എന്ന് പറയുക, കെട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കരയുക. അതായത് സത്യം പറഞ്ഞാൽ കമിതാക്കൾ പോലും സാധാരണ ചെയ്യാത്ത പ്രവൃത്തികൾ പലതും നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അത് സെക്ഷുവൽ ആക്ട് ആയിട്ടല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എടോ, നമുക്ക് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിനോട് അർദ്ധരാത്രി 12 മണിക്കോ 1 മണിക്കോ പോയിട്ട് എനിക്ക് ഇതുപോലെ ഇരുന്ന് കരഞ്ഞ് വിറയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്തിനാ ഞാൻ കരയുന്നത്? സുഹൃത്താണെങ്കിൽ എൻ്റെ സുഹൃത്ത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്താ പ്രശ്നം? അയാൾ എവിടെയും പോകുന്നില്ല, അവിടെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. എന്താണ് ഈ കരയാൻ മാത്രം നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്? പൊട്ടി പൊട്ടി കരയാൻ മാത്രം. ഏങ്ങലിടിച്ച് കരയുന്നു, വിറയിൽ വരുന്നു, പനി വരുന്നു. ഗബ്രി ഗബ്രി എന്ന് വിളിച്ച് ജാസ്മിൻ കരയുന്നു, ജാസ്മിൻ ജാസ്മിൻ എന്ന് വിളിച്ച് ഗബ്രി കരയുന്നു. ഭയങ്കരമായ ഇമോഷൻസ്. സൗഹൃദങ്ങളിൽ കാണുന്ന ഇമോഷൻസ് അല്ല നിങ്ങൾക്കിടയിലുള്ളത്. നിങ്ങളത് തുറന്ന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സാധാരണ സൗഹൃദമായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ പ്യുവറായിട്ടുള്ള സൗഹൃദങ്ങൾ സൊസൈറ്റിയിൽ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ടീനേജ് പിള്ളേർ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഈ ഷോ കാണുന്നവരുണ്ട്. അവരുടെ പാരന്റ്സും കാണും. ഗബ്രി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇന്നത്തെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് ജാസ്മിനും ഗബ്രിയും പറയുകയാണ്. ഇത് കണ്ടുകൊണ്ട് പാരന്റ്സ് ഇരിക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ മോള് പറയാണ്, അച്ഛാ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, അവന്റെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും, എൻ്റെ പൊന്നു മോളെ നീ പോകണ്ട. അപ്പൊ എന്താ കാര്യം? അല്ല, ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ഏതൊരു പാരന്റ്സിന്റെ കൺസേൺ ആണത്. അപ്പൊ സൗഹൃദം എന്ന് പറയുന്ന മൂല്യമുള്ള ഒന്നിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവൃത്തിയായി മാറുകയല്ലേ അത്? സൗഹൃദം എന്ന് പറയുന്നത് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും അടൽ ജോക്സ് പറയലും മാത്രമൊന്നും അല്ല. സൗഹൃദത്തിന് അതിലേറെ മൂല്യമുണ്ട്. അത് അനുഭവിച്ചവർ തന്നെയാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് സൗഹൃദം എന്താണെന്ന് നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കണോ? നമ്മളൊക്കെ ചെറിയ പ്രായം തൊട്ടേ എത്രയോ സുഹൃത്ത് ബന്ധങ്ങളിലൂടെ വളർന്നു വന്നവരാണ്. നമുക്കറിയാം സൗഹൃദം എന്താണെന്നും അതിന്റെ വാല്യൂ എന്താണെന്നും നമുക്കറിയാം. അത് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. സൗഹൃദമല്ലാത്ത ഒന്ന് നമ്മുടെ കണ്ണിൽ കണ്ടാലും നമുക്കത് മനസ്സിലാവും. അൻസിബയും മുടിയനുമാണ് എനിക്ക് പറയാവുന്ന ഏറ്റവും വലിയ ഉദാഹരണം. ജാസ്മിനും ഗബ്രിയും കേൾക്കുന്നത് പോലെ അവർക്ക് കേൾക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് കൃത്യമായ അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പ് ജാസ്മിനും ഗബ്രിക്കുമില്ല. ജാസ്മിൻ ചിന്തിക്കേണ്ടിയിരുന്നത്, പുറത്ത് ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ, അയാളോട് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം. അയാൾക്കൊരു കുടുംബമുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ അവിടെ ചെയ്യുവാണെങ്കിൽ അയാളുടെ സുഹൃത്തുക്കൾ അയാളോട് ചോദിക്കില്ലേ, എന്താണ് ആ പെൺകുട്ടി അവിടെ ചെയ്യുന്നത്? അയാളുടെ പാരന്റ്സ് ചോദിക്കില്ലേ? അവരോടൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ അയാൾക്ക്? അപ്പോ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസിലേക്ക് പോയത്?
ഒറ്റയ്ക്ക് കളിക്കാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിലേക്ക് പോയത്? അവിടെ ചെന്ന് ഒരാളെ കണ്ടെത്തുക, അയാളോടൊപ്പം ഒരു സൗഹൃദം എന്നതിനപ്പുറം അതിർവരമ്പുകളില്ലാത്തൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്ന് നാട്ടുകാരോട് ചോദിക്കുക. ജാസ്മിന് നന്നായിട്ട് അറിയാം നിങ്ങളുടെ പ്രവർത്തികൾ പുറത്ത് ഏത് തരത്തിലാണ് പോവുക എന്ന്. പിന്നെ ആരെ കാണിക്കാനാണ് ജാസ്മിനെ ഈ ഡ്രാമ? ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണോ? ജാസ്മിൻ ആരെ പ്രേമിച്ചാലും ആരെ കല്യാണം കഴിച്ചാലും നമുക്കാർക്കും യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ഈ ഷോ കാണുന്ന ഓഡിയൻസ് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലെ നിങ്ങളുടെ പ്രവർത്തികളെ ഓഡിയൻസ് ജഡ്ജ് ചെയ്യും. അതിലെ ശരി തെറ്റുകൾ അവർ ഇഴകീറി പരിശോധിക്കും. എന്തുകൊണ്ടാണ്? ഈ റിയാലിറ്റി ഷോയിൽ ആര് നിൽക്കണം ആര് പോകണമെന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. ഈ ഷോയിൽ ഒരുപാട് റിവ്യൂവേഴ്സ് റിവ്യൂ പറയുന്നുണ്ട്, ഒരുപാട് പ്രേക്ഷകർ ആക്റ്റീവായിട്ട് ഇതിൽ നിൽക്കുന്നുണ്ട്, കമൻസ് ചെയ്യുന്നുണ്ട്, ഒപ്പീനിയൻസ് പറയുന്നുണ്ട്, ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയുന്ന സാമൂഹിക പ്രസക്തിയുള്ള ഒരു ഷോയാണിത്. അങ്ങനെ ഒരു ഷോയിലേക്ക് പോയിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ജാസ്മിൻ തന്നെ പുറത്തു വന്നിട്ട് ജാസ്മിൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണ്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായതൊന്നും തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ടാവുന്നത് ജാസ്മിൻ പുറത്തൊരാളോട് കമ്മിറ്റഡ് ആണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എന്നിട്ട് അവരും ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു അതിർത്തി വയ്ക്കുന്നില്ല. ആ ചെറുപ്പക്കാരൻ വോയിസുകൾ പുറത്തു വിടുന്നു, അയാൾ സ്റ്റോറികൾ ഇടുന്നു, മാനസികമായി തകർന്നിരിക്കുകയാണെന്ന് പറയുന്നു, അയാളുടെ കുടുംബത്തിൽ പ്രശ്നമാണെന്ന് പറയുന്നു, നാട്ടിലിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഇതേ അവസ്ഥയിലൂടെ ജാസ്മിന്റെ ഫാമിലിയും കടന്നു പോവാണ്. അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് ജാസ്മിൻ ഗബ്രിയുടെ കൂടെ ഇരുന്നാലും പ്രശ്നമല്ല, ജാസ്മിൻ ഈ പറയുന്ന അവരുടെ അഫ്സലിന്റെ കൂടെ ഇരുന്നാലും എനിക്ക് പ്രശ്നമല്ല. അവരുടെ ലൈഫ്, അവർക്ക് ഇഷ്ടമുള്ള ആളെ പ്രേമിക്കാം, ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാം, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും പാടില്ല എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. 6 മാസം ഒരാളെ പ്രേമിച്ചു, അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതല്ല എന്ന് തോന്നിയാൽ അപ്പോൾ ബ്രേക്കപ്പ് ആവുക, ഒരു സംശയം വേണ്ട. 6 ദിവസമായാലും ശരി ബ്രേക്കപ്പ് ആവുക, നല്ലതാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അല്ലാതെ ലൈഫ് ലോങ് ഒരാളെ പ്രേമിക്കാൻ പാടുള്ളൂ എന്നുള്ള ആശയങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇതൊക്കെ ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ബിഗ് ബോസിനകത്ത് നിങ്ങൾ പോയിട്ട് ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അത് പുറത്ത് ആൾക്കാർ കാണുമെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഉമ്മ വച്ചാൽ തെറ്റാണോ, കയ്യിലൊന്ന് പിടിച്ചാൽ തെറ്റാണോ, ഹഗ് ചെയ്താൽ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ തന്നെ പുറത്തിറങ്ങിയിട്ട് കണ്ടു നോക്കുക. അപ്പോഴും നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നണമെങ്കിൽ അങ്ങനെ ആകട്ടെ. പക്ഷെ അത് ആരെങ്കിലും തെറ്റെന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. കാരണം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും ഇതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. പിന്നെ നാട്ടുകാരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടോ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.